വിശാലേ ആ എന്ത് ചെയ്യും ഇപ്പൊ നമുക്ക് പെട്ടെന്ന് 5000 രൂപ വേണമല്ലോ. ആരെ കൊണ്ടേലും ചോദിച്ചു നോക്കണം. ആരെ കൊണ്ട് ചോദിക്കണോ? ഒക്കെ കൊടുക്കുമ്പോ തന്നെയല്ലേ. കൊടുക്കുമ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കിട്ടുമ്പോ കൊടുക്കാലോ. വേറെ ആരത്തെങ്കിലും ചോദിച്ച് വാങ്ങിയിട്ട് അതിന് കാര്യം നടത്തണ്ട. തെങ്ങിലെ തേങ്ങയാണ് അതൊക്കെ വിട്ട് ഒന്നുമില്ല. അത് കഴിഞ്ഞ മാസം വിട്ട് കൊടുത്തില്ലേ, ഇനി വെറുതെ വേണം പറഞ്ഞ കിട്ടുവോ? അതിലൊരു മെച്ചിങ് പോലും ഇല്ല. അതന്നെ, ഇനി വെറുതെ വേണം പറഞ്ഞത് കിട്ടില്ലല്ലോ. വിൽക്കാനുള്ള മരങ്ങളും കഴിഞ്ഞ മാസം മുറിച്ചു കൊടുത്തു, എല്ലാം കൊടുത്തു. ഇനിയിപ്പോ ഒന്നുമില്ല കൊടുക്കാൻ. ആരെ കൊണ്ടെങ്കിലും ചോദിച്ചിട്ട് കിട്ടുമോ ചോദിച്ചു. ശരി. ആൾക്കാർ ഇപ്പൊ തരികടാന്ന് പറയാൻ തുടങ്ങി, തരികട രാമെന്ന് പറയാൻ തുടങ്ങി. തരികട പറഞ്ഞിട്ട് കാര്യമില്ല, ചോദിക്കട്ടെ, കൊടുക്കാതിരിക്കണ്ടല്ലോ, കിട്ടുമ്പോ കൊടുക്കണ്ടല്ലോ. ഞാൻ ആ ബാലേട്ടനോട് ചോദിക്കട്ടെ. അവിടെ പോത്തുണ്ടിയിലെ ബാലേട്ടനല്ലേ, ചോദിക്കട്ടെ. ശരി, ചോദിച്ചിട്ട് അയാൾ എന്ത് പറയും നോക്ക. ഹലോ, ബാലേട്ട, ഞാനേ കൃഷ്ണൻകുട്ടിയെ, അതന്നെ മേശിരി കൃഷ്ണൻകുട്ടി തന്നെ, മേസം തന്നെ. ഒരു ചെറിയൊരു കാര്യത്തിനോട് വിളിച്ചണ ബാലേട്ട, എനിക്ക് ചെറിയ സഹായം ചെയ്തേ. അതന്നെ അന്നൊക്കെ ഞാൻ വാങ്ങി കൃത്യമായി തന്നല്ലേ. ഒരു 5 റുപ്യ വേണമെന്ന്, 5 റുപ്യ തന്നു ഇത്തിരി ഉപകാരമാകും. അത് 2000 രൂപ ബാക്കി, അതും കൂടി തരാം, തീർച്ചയായും എല്ലാം കൂടി ചേർത്ത് തരാന്ന്. ഇല്ലാന്ന് കുട്ടികൾക്കൊക്കെ സുഖമില്ലാണ്ടായിട്ട്, അല്ലെങ്കിൽ ഞാൻ പണ്ടേ തന്നിട്ടുണ്ടാവുമല്ലോ. ഒന്നുമില്ലേ? ഓ, അയാളുടെ ഇല്ലാതെ എന്ത് ചെയ്യും ഇപ്പൊ? അയാളുടെ പൈസ ഇല്ല പറഞ്ഞില്ലേ, നമ്മ എന്ത് ചെയ്യും? ഇനി ഞാനൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഗംഗാരുണ്ട്, ഗംഗാരെ കൊണ്ട് ചോദിക്കട്ടെ. കട നടത്തല്ലേ, ഗംഗാരെ കൊണ്ട് ചോദിക്കട്ടെ. ഗംഗാധരേട്ടൻ്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റേ. ഹലോ, കൃഷ്ണൻകുട്ടിയാണെന്ന്. സുഖം തന്നെയല്ലേ? ഞാൻ വിളിച്ചത് ചെറിയൊരു കാര്യത്തിനെ. ഒരു 5 റുപ്യ എനിക്ക് വേണം. എന്താ കാരണം ചോദിച്ചാൽ, ഒരു ബന്ധുവിന്റെ നാളെ ഒരു വീടിരിപ്പുണ്ട്, അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പണിയൊന്നുമില്ല അപ്പൊ, പണി ഇപ്പൊ കുറച്ച് 1 മാസത്തോടെ പണി കുറവാണ്. അതിനെന്നെ എങ്ങനെ ഞാൻ ഇപ്പൊ അടുത്ത് വർക്ക് തുടങ്ങില്ല, അപ്പൊ പൈസ തരാം. ഇല്ലേ? ഞാൻ നേരത്തെ വാങ്ങിയൊക്കെ തന്നിട്ടുണ്ടല്ലോ കട സാധനത്തിന്റെ. അത് നിങ്ങൾക്ക് കൂട്ടണ്ട. പലചരക്ക് സാധനം പൊളിച്ച് ഞാൻ കൈകടം വാങ്ങുന്നു, 2 2 എന്താ നിങ്ങൾ ചിരിക്കുന്നത്? എന്താ ചിരിക്കുന്ന? ആ കടം ഈ കടം വേണ്ട, അങ്ങനൊന്നും ഇല്ലാന്ന്. അത്യാവശ്യം നമ്മൾ കൊടുക്കാൻ വാങ്ങലൊക്കെ പതിവന്നല്ലേ. ഇല്ല അല്ലേ? ഓ, നോക്കട്ടെ, വേറെ ആരും നോക്കട്ടെ. അയാളുടെ ഇല്ലാതെ അതെന്താ നമ്മ കൊടുക്കില്ല പറഞ്ഞിട്ടാണ് തരില്ല പറയുന്നത്? അല്ല, അവരും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെ വാങ്ങിയപ്പോ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. എപ്പോഴായാലും കൊടുക്കുമല്ലോ, വാങ്ങിയ കടം കൊടുക്കാതിരിക്കില്ലല്ലോ. നീ ഒരു കാര്യം പ്രസീദിനെ കൊണ്ട് വിളിച്ചു നോക്ക്. ഞാൻ വിളിച്ചു നോക്കട്ടെ, തരുവോ എന്തോ. ഇപ്പൊ 2-3 ആളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല പറയുന്നു. ഇപ്പൊ ഞാൻ വിളിച്ചൊന്ന് നോക്കട്ടെ. ഇനി മുറിക്കാനും കൊടുക്കാനും ഒന്നുമില്ല. ഈ ഗോൾഡ് ചങ്ങല വെച്ചൊന്നും കൊണ്ടുവയ്ക്കാൻ പറ്റില്ലല്ലോ. ഹലോ, പ്രസി, ഞാൻ ഒരു കാര്യത്തിന് വിളിച്ചാണ്. എന്താണ്, പണിയാണോ? ശരി, പണിയൊന്നും മുടക്കണ്ട, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ്. ഒരു 5000 രൂപ തരുവോ? അടുത്ത ആഴ്ച തരാ. എനിക്ക് അവിടെ ഒരു വീട് ഇരിപ്പുണ്ട്, അതിന് പോകാൻ വേണ്ടിയിട്ടാണ്. തന്നെ എന്തെങ്കിലും ചെയ്തിട്ട് താ പ്രസി, ഞാൻ തരാലോ. ഈ ആഴ്ച അല്ലേ അടുത്ത ആഴ്ചയും തരാ. ഇല്ലേ? പ്രസിന്റെ കയ്യിലും ഇല്ലാവേ. പ്രസിന്റെ കയ്യിലും ഇല്ലേ? ഒരു കാര്യം ചെയ്യും, മറ്റേ ശ്രീദേവിന്റെ അടുത്ത് വിളിച്ചേക്കാം. അവളുടെ പൈസ ഉണ്ട്, തരുന്നത്. പിന്നെ മാസം ശമ്പളം ചോദിച്ചിട്ടില്ല പറഞ്ഞു. ശ്രീദേവി തരുന്നത് മണിക്ക് മാസം ശമ്പളം, ശ്രീദേവിക്ക് മാസം ശമ്പളം ഒക്കെ അല്ലേ. ചോദിച്ചു തരും. നമ്മളെ കൊണ്ട് അത്ര അടുപ്പത്തിലുമല്ലേ. എനിക്ക് ചോദിക്കാനും മടിയാവുന്നു. അല്ല, മടി കൊണ്ട് കാര്യമില്ല. നമ്മളെ കൊണ്ടൊക്കെ വാങ്ങി നമ്മൾ ബന്ധങ്ങളുള്ളത് അങ്ങോട്ടും കൊണ്ടൊക്കെ കൊടുക്കണ്ട, ശരി തന്നെ. പക്ഷെ നമ്മ ഇതുവരെ ചോദിക്കാണ്ട് ചോദിച്ചു നോക്കട്ടെ. കിട്ടും. അതുപോലെ ജോലിക്ക് പോയിട്ടുണ്ടോ എന്തോ. അത് തരും കേട്ടോ, തരാതിരിക്കില്ല. അവർക്കൊക്കെ നല്ല മനസ്സലിവുണ്ട്. ഹലോ സ്ത്രീയെ, ഞാനാണ് ഇവിടുന്ന് ചേച്ചി.
പിന്നെ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞ് വിളിച്ചാണ്. ആ പിന്നെ ഒന്നുമില്ല, എനിക്കൊരു 5000 രൂപ വേണം, അടുത്ത ആഴ്ച തരാ. അത് വേറെ ഒന്നുമില്ല, വേറെ എന്താണ്, ഒരു വീട് ഇരിപ്പുണ്ട്, അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കേണ്ടത് ശ്രീ, അതിന് വേണ്ടിയിട്ടാണ്. 2-3 നാളടുത്ത് ചോദിച്ചു, അവർ തരാ പറയില്ലാണ്ട് അവർ തന്നിട്ടില്ല. ഇനിയിപ്പോ നാളെ എന്ത് ചെയ്യും പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ആ ഞാൻ തരും, ഞങ്ങൾ ഉറപ്പായിട്ട് തരും. കഴിഞ്ഞ ആഴ്ച വാങ്ങിയത് തന്നല്ലോ, 2 ദിവസത്തിന് മുമ്പല്ലേ കൊണ്ട് തന്നത്. ആ ശരി, തരാ ആള്. ആ എന്തായാലും ഉറപ്പായിട്ട് തരാതിരിക്കില്ല. ഫണ്ടെന്നാണെങ്കിലും എടുത്ത് തരാലോ. ആ ഇതാണ്, മണിനോടെങ്കിലും ചോദിച്ചിട്ട് ഒരു 5000 വാങ്ങിച്ചതാ. ആ ശരി. ഞാൻ കേട്ടില്ലേ, അന്ന് തരില്ല. അതുമില്ല. എന്താ അറിയോ, എന്താ പറയുന്നറിയോ, ശമ്പളം കിട്ടിയിട്ടില്ല തരാൻ, ശമ്പളം കിട്ടിയിട്ട് തരാ പറഞ്ഞിട്ടാണ്. എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല, മണിയാട്ടിൻ്റെ അടുത്തും ഇല്ല. അവർക്കും കൊടുക്കാണ്ടല്ലോ. എന്ത് ചെയ്യും നമ്മള്? ഒരു കാര്യം പറയട്ടെ ഞാന്, ഇപ്പൊ ആരിന്റെ അടുത്തും ഇല്ല എന്നല്ല പറയുന്നത്. എന്റെ ഈ കുഞ്ഞു കമ്മലില്ലേ, അതെങ്കിലും കൊണ്ട് പണയം വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അവർക്ക് അവിടെ പണിയാണല്ലോ. ഇവിടെ യാക്കൂനെ കൊണ്ട് വെക്കാൻ പറഞ്ഞാൽ അവന് ഞാനിപ്പോ 2000 രൂപ കൊടുക്കണം. കടം കൂടുതൽ പറഞ്ഞില്ല. അപ്പൊ അവർക്ക് ഉള്ളിലൊക്കെ നമ്മ തരികടയാണെന്ന് നീയും വാങ്ങിയ കൊടുക്കില്ല, ഞാനും വാങ്ങിയ കൊടുക്കില്ല എന്നുള്ള മട്ടാണ് ഉണ്ടാകുമ്പോ കൊടുക്കുമല്ലോ, ഇല്ലാത്തതിന് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ സൂത്രം പറയട്ടെ, ഞാൻ പറഞ്ഞ പോലെ ഈ ഗ്രൈൻഡറില്ലേ, ഈ ഗ്രൈൻഡർ മാവല്ലേ ഇപ്പൊ ദിവസം ഓരോ പാക്കറ്റ് വാങ്ങിക്കണത്, കറണ്ട് ചിലവും മട്ട്. ഈ ഗ്രൈൻഡർ പൊടിയില്ലേ, ഇതിനെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ 10,000-3000 കിട്ടും. കമ്മല് കൊടുക്കണ്ട 10,000-3000 കിട്ടും. പിന്നെ അവിടെ കുറെ പ്ലാസ്റ്റിക്കിന്റെ ചേറും കണ്ണിക്കണ വേസ്റ്റ് ഇല്ലേ, പ്ലാസ്റ്റിക്കിന്റെ, അതിനും കൂടി കൊണ്ട് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നാളേക്ക് ആയി. അല്ലാണ്ട് നാട്ടുകാര് പ്രതീക്ഷിച്ചാലും നമുക്ക് കിട്ടില്ല. എന്താ ചെയ്യുന്നത്? നാട്ടുകാര്, സ്വന്തക്കാര്, ബന്ധുക്കാര്, സ്വനക്കാര് പറഞ്ഞിട്ട് അത് നമുക്ക് നാട്ടിൽ പോണത്. എന്താ അവർക്ക് തോന്നി നമ്മ വാങ്ങി കൊടുക്കാത്ത ആൾക്കാരാണെന്നുള്ളത്. ഇപ്പോ യാക്കുനെ കൊണ്ട് വാങ്ങിട്ട് തന്നെ ഇപ്പോ 1 കൊല്ലം വരെ ആയില്ലേ, ഇപ്പോഴും കൊടുത്തിട്ടില്ല. കാണുമ്പോ ദിവസം എന്നെ കണ്ട് ചോദിക്കില്ല, നിന്നെ കൊണ്ട് അക്കീമും ചോദിക്കില്ല. പക്ഷെ നമുക്ക് ഇനി എങ്ങനെ ചോദിക്കും? എല്ലാ ഭാഗം അടഞ്ഞ പോലെ ആയില്ലേ. എന്താ ചെയ്യാ? ഞാനൊരു കാര്യം ചെയ്തുകൊണ്ട് കൊടുക്കാം. ശരി, അതാ അങ്ങനെങ്കിലും ആട്ട വിളിച്ചിട്ട് കേട്ടിക്കൊണ്ട് കൊടുത്താൽ 10,000 കിട്ടും. എന്താ ചെയ്യാ?